ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാ. ബിഗ് ബോസ് ചേച്ചി ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ? ബിഗ് ബോസ് ആദ്യത്തെ കുറച്ച് എപ്പിസോഡ്സ് ഉണ്ട്, പിന്നെ ഓണൊക്കെ ആയതുകൊണ്ട് പ്രോഗ്രാംസ് ഒക്കെ ആയതുകൊണ്ട് കാണാൻ അങ്ങനെ പറ്റിയില്ല. എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ ചേച്ചി എന്നെ കണ്ടോ? അങ്ങനെയല്ല, ലൈക്ക് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഞാൻ പറയാറായിട്ടില്ല. ഏതാ എനിക്കറിയുന്ന അനുവിനെ നമ്മളെ ഷോയിൽ കണ്ട് പരിചയമുണ്ട്, അല്ലാതെ അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് അനീഷിന് ആദ്യം കുറച്ചല്ലേ, എനിക്ക് ആദ്യം ഞാനിപ്പോ കാണുന്നില്ല, സ്റ്റാർട്ടിങ്ങിൽ അനീഷ് നല്ലൊരു പ്ലെയർ ആയിട്ട് തോന്നിയിരുന്നു. കാരണം ഞാൻ ആ ബിഗ് ബോസിൽ പോയ ഒരാളാണ്. അപ്പം ഒരു 10-20 പേര് ഒരാളെ ക്രൂശിച്ചിട്ട് അങ്ങനെ അവിടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ സമ്മതിക്കണം, അങ്ങേരെ ഇനി എന്താന്ന് പറഞ്ഞാലും സമ്മതിക്കണം. അപ്പൊ എനിക്ക് ആ സമയത്ത് അനീഷേട്ടൻ ഒരു നല്ലൊരു പ്ലെയർ ആയിട്ട് തോന്നി. ഇപ്പൊ എനിക്ക് അറിയില്ല, ഇവൻ 2-3 ആഴ്ചയായി ഞാൻ കണ്ടിട്ട്. അപ്പൊ എനിക്ക് അറിയില്ല, അപ്പനെയൊക്കെ ഔട്ടായതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ രേണു ചേച്ചിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നിൽക്കുന്നവര് അവരെ സമ്മതിക്കണം, അത്രേ ഉള്ളൂ. അല്ല, ഈ വട്ടത്തെ കണ്ടസ്റ്റന്റ്സിന്റെ ഒക്കെ അവരുടെ പ്ലേയിങ് കണ്ടിട്ട് എങ്ങനെയുണ്ട് ശരിക്കും? എനിക്ക് എന്റെ സീസൺ വെച്ചല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ സീസണില്, ഞങ്ങളുടെ സീസൺ 5 എല്ലാവർക്കും കുറച്ചൊരു കമ്പാഷൻ അല്ലെങ്കിൽ മത്സരാർത്ഥികളോട് ഇപ്പം അവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഈ സീസൺ കാണുമ്പോഴേ എല്ലാവരും ഫസ്റ്റ് മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എൻ്റെ ഞാനൊക്കെ ഈ സീസൺ ആയിരുന്നെങ്കിൽ 2ാമത്തെ ദിവസം അയ്യോ എനിക്ക് ഭയങ്കര എല്ലാവരും ഭയങ്കര ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലേ ഈ പരസ്പരം ഫൈറ്റ് ചെയ്യാനല്ലാതെ നമ്മൾ ഈ പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് കളിക്കുന്ന എത്ര വീരവാദം അടിച്ചിട്ട് അതിനകത്ത് പോകുമ്പോൾ അത് വേറെ ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ വിചാരിക്കണത് പോലെ നടന്നു വരില്ല. താങ്ക് യു.